Hi friends, welcome to Ammu's World. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ട്രാവലിംഗ് വിത്ത് യുവർ ബേബി എൻ്റെ എക്സ്പീരിയൻസും ഞാൻ അതിൽ നിന്ന് പഠിച്ച കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും എന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയാണ്. സോ താങ്ക് യു ഫോർ റിക്വസ്റ്റിംഗ്. അപ്പോൾ ഞാൻ എൻ്റെ എയർ ട്രാവൽ എക്സ്പീരിയൻസ് വിത്ത് മൈ ബേബി എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ഞാൻ 3 ടൈംസ് ഞാൻ എൻ്റെ ബേബിയായിട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴെന്ന് പറയുമ്പോൾ എൻ്റെ ബേബി ജസ്റ്റ് 3 മന്ത്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് അവിടെ അബുദാബിയിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഞങ്ങൾക്ക് സ്ട്രോളറോ അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ബേബി ക്യാരി ചെയ്യുക തന്നെയായിരുന്നു. അതും നമുക്ക് ഹെഡ് സപ്പോർട്ട് കൊടുക്കണം. അതായത് നമുക്ക് ബേബി ഇങ്ങനെ ഇരുത്താനൊന്നും പറ്റത്തില്ല. തീരെ ചെറിയ പ്രായമായിരുന്നു. പിന്നത്തെ 2 പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബേബിയെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ. ഒരു പ്രാവശ്യം ഞാൻ നാട്ടിൽ ബേബിയെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ പിന്നെയും തിരിച്ച് ഒറ്റയ്ക്ക് ബേബിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ 3 ടൈംസ് ടോട്ടലാണ് ഞാൻ ബേബിയുമായിട്ട് ട്രാവൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിലെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളും അതിൽ നിന്നുള്ള ടിപ്സും ട്രിക്സുമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. സോ അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത് പ്ലാനിങ് യുവർ ട്രാവൽ. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലെ ആരും നിങ്ങളുടെ കൂടെ വരുന്നില്ല, അതായത് ഹസ്ബൻഡോ അല്ലെങ്കിൽ പേരൻസ് ആരെയും നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സിമിലർ ടൈമിൽ ട്രാവൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും റിലേറ്റീവ്സ് ആ ടൈമിൽ ട്രാവൽ ചെയ്യുന്നുണ്ടോ അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അന്ന് ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ പേരൻസോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആരും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ഒരു ഫ്രണ്ടും ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പെസിഫിക് ടൈം പീരീഡ് അല്ല ഇന്ന ദിവസം തന്നെ ട്രാവൽ ചെയ്യുന്നത് സ്പെസിഫിക് അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് വരാൻ പറ്റും. ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത് നല്ല ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അതൊരു ഭയങ്കര നല്ല ഹെൽപ്പായിരിക്കും, എസ്പെഷ്യലി ഒറ്റയ്ക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ആരെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ ആരും നിങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യുന്നില്ല, ഡോണ്ട് വറി. നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് തീർച്ചയായിട്ടും മാനേജ് ചെയ്യാൻ പറ്റും. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ തീർച്ചയായിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. അതെന്ന് പറയുന്നത് നിങ്ങളുടെ ബേബിയുടെ സ്ലീപ്പിംഗ് റുട്ടീന്, നിങ്ങളുടെ ബേബിയുടെ ഏജ്, അതുപോലെ നിങ്ങളുടെ ബേബി ഏറ്റവും ആക്റ്റീവ് ആയിരിക്കുന്ന സമയം, അങ്ങനത്തൊക്കെ കണക്ക് കൂട്ടിയിട്ട് വേണം നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. അതായത് ബേബി എന്ന് പറയുന്നത് ഉറപ്പായിട്ട് ഉറങ്ങുന്ന ഒരു സമയമായിരിക്കും നൈറ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു നൈറ്റ് ഫ്ലൈറ്റാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ബേബി ആ ഫ്ലൈറ്റ് ത്രൂ ഔട്ട് ഉറങ്ങാനുള്ള ഒരു ചാൻസ് പ്രോബബിലിറ്റി കൂടുതലാണ്. അതായത് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് ഫ്ലൈറ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു നൈറ്റ് ഫ്ലൈറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് ബേബി ഒത്തിരി ആക്റ്റീവ് അല്ലാതെ ഒരു കുറച്ച് അല്ലാതെ ഉറങ്ങുന്ന സമയങ്ങളുണ്ടായിരിക്കുമല്ലോ. നിങ്ങളുടെ ബേബി യൂഷ്വലായിട്ട് ഇന്ന് ഉറങ്ങുന്ന സമയങ്ങളിലുള്ള ഫ്ലൈറ്റ് നോക്കി ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ആ എയർലൈനിലുള്ള ഫെസിലിറ്റീസും ബേബി ഫെസിലിറ്റീസിനെ പറ്റിയെല്ലാം നിങ്ങൾ എൻക്വയറി ചെയ്തിരിക്കണം. അതായത് ചില എയർ ഫ്ലൈറ്റ്സ് എന്ന് പറയുന്നത് ബേബി ബാസിനെറ്റ് പ്രൊവൈഡ് ചെയ്യും. അതായത് ബേബിയെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബാസിനെറ്റ് ബേബിയെ നമുക്ക് കിടത്താൻ പറ്റുന്ന ഒരു ബാസിനെറ്റ് അവർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനത്തെ ഫെസിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ക്യാരി ചെയ്യണോ, നമുക്ക് സ്ട്രോളർ ക്യാരി ചെയ്യാമോ, അങ്ങനത്തെ ഫെസിലിറ്റീസിനെ പറ്റിയിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ എയർലൈനിൽ എൻക്വയറി ചെയ്തിട്ട് അങ്ങനത്തെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് റിക്വസ്റ്റ് ചെയ്യണം നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്ലൈറ്റിൻ്റെ സമയത്ത് അത് അവൈൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബേബിയുടെ വാക്സിനേഷൻ ഷെഡ്യൂൾസ്. ബേബിക്ക് നിങ്ങളിപ്പോൾ വാക്സിനേഷൻ എടുത്തതേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുവാണെങ്കിൽ ബേബി കൂടുതൽ ഫസി ആയിരിക്കാനും അതുപോലെ ചിലപ്പോൾ അവർക്ക് പനി വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ അവർക്ക് കുറച്ചൊരു ഇറിറ്റേഷൻ ഉള്ളൊരു സമയമായിരിക്കുമല്ലോ വാക്സിനേഷൻ എടുത്ത് നെക്സ്റ്റ് 1-2 ദിവസം എന്ന് പറയുന്നത്. ആ ദിവസങ്ങൾക്കുള്ളിൽ കൂടുതലും ട്രാവൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതായത് അവർ നല്ലൊരു സെറ്റിൽ ആകുന്ന നല്ലൊരു മൂഡിലിരിക്കുന്ന സമയത്ത് ട്രാവൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ വാക്സിനേഷൻ ഷെഡ്യൂൾ അറിയാമെങ്കിൽ ആ ദിവസങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ ട്രാവൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആ ദിവസങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട്. അതും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യുമ്പോഴത്തെ കാര്യങ്ങളാണ്. അതായത് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ബേബിയുടെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി പ്രിപ്പയർ ആക്കി വെക്കണം. അതായത് ഇപ്പം നിങ്ങൾ ഡൈപ്പർ ബാഗ് ഉണ്ടെങ്കിൽ ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കണം. കുഞ്ഞിന് എസെൻഷ്യലായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ഈസിലി ആക്സസിബിൾ ആയിട്ട് ഡൈപ്പർ ബാഗിൽ റെഡി ആക്കി വെക്കണം. അതായത് ഇപ്പം സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബേബി ആണെങ്കിൽ ബേബിക്ക് പെട്ടെന്ന് കഴിക്കാൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രാവൽ ഫ്രണ്ട്ലി ഫുഡ്സ്, അതുപോലെ വെള്ളം, കുടിക്കുന്ന വെള്ളം, ഇപ്പോൾ ഫോമുല ഫീഡ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ ഫോമുല, അതിൻ്റെ ഫ്ലാസ്ക്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ
ആയിട്ട് എടുക്കാവുന്ന തരത്തിൽ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഡയപ്പർ ബാഗ് ഫുള്ളി പാക്ഡ് ആയിട്ട് വെക്കണം. ബേബിയുടെ ഡയപ്പർ ബാഗിൽ ഞാൻ എന്തൊക്കെയാണ് ക്യാരി ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇടാം, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡ്രസ്സിങ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് വേണം നിങ്ങൾ നിങ്ങളുടെ ബേബിക്ക് ഇട്ട് കൊടുക്കാൻ. ട്രാവൽ ആണെന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഫാൻസി ഡ്രസ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ യാത്ര അവർ കുളമാക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഏറ്റവും നമുക്ക് ഒരു ട്രാവലിങ്ങിൽ സ്പെഷ്യലി എയർ ട്രാവൽ വിത്ത് ബേബി ആകുമ്പോൾ നമുക്ക് ഏറ്റവും ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് കംഫർട്ടാണ്. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രം നിങ്ങൾ ഇടിച്ചു കൊടുക്കുക. അല്ലാതെ ഒത്തിരി ഫാൻസി ആയിട്ട് ദേഹത്ത് കൊള്ളുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ ഗേൾ ബേബീസൊക്കെ ആണെങ്കിൽ ഒത്തിരി ഫ്രില്ലുള്ളതും അങ്ങനത്തെ ഒരു ഡ്രസ്സൊക്കെ കൂടുതൽ പിള്ളേർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്. കാരണം കുറേ സമയം ഇടേണ്ടതല്ലേ. സോ ഏറ്റവും കംഫർട്ടബിളും ഏറ്റവും ലൈക്ക് ബ്രീത്തബിളും ആയിട്ടുള്ള നല്ല ഡ്രസ്സ് വേണം അവർക്ക് നമുക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്ലേസിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത് ആ പ്ലേസിൻ്റെ ക്ലൈമറ്റും കൂടിയിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ ഡ്രസ്സ് ചൂസ് ചെയ്യാൻ. അതായത് ഇപ്പോൾ വിൻ്റർ സീസൺ അല്ലേ, ഇപ്പം നിങ്ങളൊരു GCC കൺട്രീസിലോട്ട് ട്രാവൽ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏത് കൺട്രിയിലാണ് ട്രാവൽ ചെയ്യുന്നത് അവിടുത്തെ ക്ലൈമറ്റ് ഇപ്പം ചിലപ്പോൾ നല്ല തണുപ്പായിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇപ്പം അവിടേക്ക് ട്രാവൽ ചെയ്യുന്ന അവിടെ എത്തി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബേബിക്ക് തണുക്കാതിരിക്കാനുള്ള ജാക്കറ്റ്സ് അല്ലെങ്കിൽ അതുപോലത്തെ ബ്ലാങ്കറ്റ്സ് ഒക്കെ ക്യാരി ചെയ്യണം. അതും കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ ക്ലോത്തിങ് സെലക്ട് ചെയ്യാൻ. ഇപ്പം അവിടെ തണുപ്പാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടേ നിങ്ങൾ ഒരു വലിയ കോട്ടും ജാക്കറ്റും ഒന്നും ബേബിക്ക് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ ചെന്ന് തണുപ്പാവുമ്പോൾ വേണം നമ്മളത് ഇട്ട് കൊടുക്കാനായിട്ട്. സോ അത് നമ്മുടെ കയ്യിൽ ഈസിലി ആക്സസിബിൾ ആയിട്ട് നമ്മൾ വെക്കേണ്ടത്. ബേബിയുടെ മാത്രമല്ല അമ്മയുടെ ഡ്രസ്സും നല്ല കംഫർട്ടബിൾ ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമായിരിക്കണം നിങ്ങൾ ഇടേണ്ടത്. കാരണം ഞാൻ കണ്ട ഒരു കാര്യത്തിൽ നിന്നൊരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ അമ്മ, ലൈക്ക് ആ കുട്ടിക്ക് ഏകദേശം ഒരു വയസ്സ് പ്രായമുണ്ട്. ഇത് ഓടി നടക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ എസ്പെഷ്യലി ഓടി നടക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നല്ല കുസൃതിയുടെ ഒരു ടൈമാണ്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ തന്നെ നല്ല പാട്. അതിൻ്റെ കൂട്ടത്തിൽ ആ കുട്ടി ഇട്ടിരുന്ന ഡ്രസ്സെന്ന് പറയുന്നത് ഒരു ഫുൾ ലെങ്ത് ഗൗണാണ് ഇട്ടിരുന്നത്. അതും നല്ലൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഫുൾ ആയിട്ടുള്ളൊരു ഗൗണാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡബിളാണ്. ഫസ്റ്റ് ടൈം ഇപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുവാണ്, നിങ്ങൾക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ നോട്ട് വെൻ യു ആർ ട്രാവലിംഗ് എലോൺ വിത്ത് യുവർ ബേബി. നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സിന് തന്നെയാണ്. കാരണം ഞാൻ കണ്ടതാണ്, കുട്ടിക്ക് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സല്ല, ഭയങ്കര ബൾക്കിയാണ്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനാണെങ്കിൽ നല്ല പാടാണ്. അവിടെ ഒരു ബേബി റൂം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ എയർപോർട്ട്സിലെല്ലാം മിക്കവാറും ബേബി റൂംസ് ഉണ്ട്. ഓക്കെ, ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും, അവിടെ വന്നിട്ട് പറ്റും. പക്ഷേ ഈവൻ അവിടെ വന്നിട്ട് തന്നെ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട്. ആ ഡ്രസ്സുമായിട്ട് ഭയങ്കര ബൾക്കിയായിരുന്നു. കുട്ടി കഷ്ടപ്പെടുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കംഫർട്ടബിൾ ആയിട്ടും ഇപ്പം ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ടാണെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് മാത്രം ഇട്ടിട്ട് പോവുക. പിന്നെ ഒരു നെക്സ്റ്റ് കാര്യം എന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ബേബി സ്ട്രോളർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബേബി ക്യാരിയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങളിപ്പോൾ ബേബിയെ കൊണ്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം. നിങ്ങളുടെ ബേബി സ്ട്രോളറുമായിട്ട് പരിചയം ഉണ്ടെങ്കിൽ മാത്രം അത് യൂസ് ചെയ്യുക. അല്ലാതെ ഇപ്പോൾ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു സ്ട്രോളർ വാങ്ങിച്ചിട്ട് നിങ്ങൾ ബേബി അതിൽ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേബി അതിൽ ഇരുന്നോളണമെന്നില്ല. അതിന് പിന്നെ ഇരട്ടി പണിയാവും. കാരണം നിങ്ങൾ ഒരു കയ്യിൽ ബേബി എടുത്തിട്ട് മറ്റേ കൈ കൊണ്ട് സ്ട്രോളറും കൊണ്ട് തള്ളേണ്ടി വരും. അങ്ങനെ ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളുടെ ബേബി സ്ട്രോളറുമായിട്ട് യൂസ്ഡ് ആണെങ്കിൽ അതിൽ ഇരിക്കും എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബേബി ക്യാരിയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾക്കിപ്പോൾ ഇമിഗ്രേഷനിൽ അല്ലെങ്കിൽ പല സ്ഥലത്ത് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ബാഗിന് എന്തെങ്കിലും എടുക്കണമെങ്കിൽ പല ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതിലൊക്കെ ഇപ്പോൾ നിങ്ങൾ ബേബി ക്യാരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബേബി സ്ട്രോളർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കും. ഞാൻ 2 പ്രാവശ്യം ബേബി സ്ട്രോളർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേബി സ്ട്രോളർ കുറേ പേര് ഇപ്പോൾ സ്ട്രോളർ ഉപയോഗിക്കുന്നവർ തന്നെ സ്ട്രോളർ കൊണ്ടുപോകാത്തതിൻ്റെ മെയിൻ കാരണം ഇവിടെ അതെന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ കൊണ്ടിട്ടാണ്. കാരണം അത് ഫ്ലൈറ്റിൽ അക്സെപ്റ്റ് ചെയ്യുമോ, അവരെങ്ങനെ എവിടെ വരെ സ്ട്രോളർ എടുക്കാം, അങ്ങനെയുള്ളതൊക്കെ ഒത്തിരി കൺഫ്യൂഷൻ കൊണ്ടിട്ടാണ് കുറേ പേര് സ്ട്രോളർ എടുക്കാത്തത്. സ്ട്രോളർ എടുക്കാനായിട്ട് ആക്ച്വലി നല്ല ഈസിയാണ്. നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ, സ്ട്രോളർ നിങ്ങളിപ്പം നിങ്ങളുടെ ബോർഡിംഗ് പാസ് കിട്ടുന്ന സമയത്ത് തന്നെ അവർ നമ്മൾക്ക് സ്ട്രോളർ ഉണ്ടെന്ന് അവരെ ഇൻഫോം ചെയ്യുക. അപ്പോൾ തന്നെ അവർ ഗേറ്റിൽ വിളിച്ചിട്ട് ഇൻഫോം ചെയ്യും ഒരു സ്ട്രോളർ അവിടെ നിന്ന് പിക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ഗേറ്റിൽ വരെ ഒന്നുകിൽ ഗേറ്റ് വരെ കൊണ്ടുപോകാം, അവർ ഗേറ്റിൽ സ്ട്രോളർ പിക്ക് ചെയ്യും.
അല്ലെങ്കിൽ അവർ ഫ്ലൈറ്റ് വരെ നമുക്ക് കൊണ്ടുപോകാം. 2 ഓപ്ഷൻസ്, 2 രീതിയിൽ അവർ ചെയ്യാറുണ്ട്. ഒന്നുകിൽ ഗേറ്റിൽ ഒരു സ്ട്രോളർ പിക്കപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് വരെ നമുക്ക് കൊണ്ടുപോകാം. അവിടെ വരെ നമുക്ക് ഡയറക്റ്റ് സ്ട്രോളറിൽ ബേബി ഇരുത്തിയിട്ട് കൊണ്ടുപോകുന്നതാണ്. അതായത് ഒരു ഹാസിലും ഇല്ല. നമുക്ക് വെയിറ്റിംഗ് ഏരിയയിലും ഒക്കെ നമുക്കിപ്പോൾ ബേബി ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുത്തി, ഇപ്പോൾ സോളിഡ്സ് ഒക്കെ ഫീഡ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ ഇരുത്തി ഫുഡ് കൊടുക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും സ്ട്രോളർ ഉണ്ടെങ്കിൽ. അപ്പോൾ ഗേറ്റ് വരെ നമുക്ക് സ്ട്രോളർ എടുത്തിട്ട് പോകാം. ഗേറ്റിൽ നിന്ന് അവർ തന്നെ വന്നിട്ട് കളക്ട് ചെയ്തുകൊണ്ട് പൊക്കോളും. പിന്നെ തിരിച്ച് അവരോട് അന്നേരം തന്നെ ചോദിക്കണം എവിടെ വെച്ചിട്ടാണ് ഞാൻ സ്ട്രോളർ കളക്ട് ചെയ്യേണ്ടതെന്ന്. മോസ്റ്റ് പ്രോബബ്ലി സ്ട്രോളർ നമ്മുടെ ലഗേജിൻ്റെ കൂട്ടത്തിൽ വരും. പക്ഷേ സ്ട്രോളറിൻ്റെ ഒരു പ്രശ്നം, ഒരു ഡ്രോബാക്ക് എന്താണെന്ന് ഞാൻ പറയുവാണെങ്കിൽ, സ്ട്രോളർ ലഗേജിൻ്റെ കൂട്ടത്തിൽ വരുന്നതെന്ന് പറയുന്നത് ഒന്നുകിൽ ഏറ്റവും ആദ്യം വരും, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വരും. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഏറ്റവും ലാസ്റ്റിലായിരിക്കും മിക്കവാറും വരുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ലഗേജ് വന്നു കഴിഞ്ഞിട്ട് സ്ട്രോളർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ദാറ്റ്സ് ഓക്കെ, ബിക്കോസ് സ്ട്രോളറി ബേബി ഇരിക്കുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. നല്ല കൺവീനിയൻ്റ് ആണ് സ്ട്രോളറി ബേബി ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ. പറഞ്ഞ ബാഗേജിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ബാഗേജിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മൾ കുഞ്ഞിനെ എടുക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ നമ്മുടെ കുഞ്ഞിൻ്റെ ഡയപ്പർ ബാഗ് ഉണ്ടായിരിക്കും. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് വേറെ കാര്യങ്ങളൊന്നും പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ലഗേജ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിപ്പോൾ ഹാൻഡ് ലഗേജ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഹാൻഡ് ലഗേജ് വേറെ ഒരാൾ നിങ്ങളെ അക്കമ്പനി ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കാണ് ബേബിയെ കൊണ്ട് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹാൻഡ് ലഗേജ് മോസ്റ്റ്ലി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ബാഗേജിൻ്റെ തന്നെ നമുക്ക് ബാഗേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ബേബിയെ കൊണ്ട്. അതായത് നമുക്ക് ലഗേജ് എടുത്ത് ട്രോളി വെക്കാനോ, ട്രോളി നമുക്ക് ഹാൻഡിൽ ചെയ്യാനോ, അല്ലെങ്കിൽ ബാഗേജ് വെയിറ്റിങ്ങിനാണെങ്കിലും സ്കാനിങ്ങിനാണെങ്കിലും ഒന്നും നമുക്ക് അത്രയും വലിയൊരു ബാഗേജ് നമുക്ക് ട്രോളി വെച്ചുകൊണ്ട് കുഞ്ഞിനെയും കൈ വെച്ചുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. സോ ബെസ്റ്റ് ഓപ്ഷൻ ഈസ്, നിങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആരും അക്കമ്പനി ചെയ്യുന്നില്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് ഗോ ഫോർ എ പോർട്ടർ സർവീസ്. പോർട്ടർ സർവീസ് നമ്മുടെ നാട്ടിലെ എയർപോർട്ട്സിലും ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് കൺട്രീസിലേക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലും ഒട്ടുമിക്ക എല്ലാ എയർപോർട്ട്സിലും പോർട്ടർ സർവീസ് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്കുള്ള ഫെസിലിറ്റീസിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ എയർപോർട്ടാണെങ്കിൽ, ഞാനിപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നാണ് ട്രാവൽ ചെയ്യുന്നത്. അവിടുന്ന് നമ്മളിപ്പോൾ നേരെ അവിടെ പോർട്ടർ സർവീസ് കൗണ്ടർ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ 200 റുപ്പീസാണ് നമ്മുടെ നാട്ടിലെ കോസ്റ്റ്. 200 റുപ്പീസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഒരു പോർട്ടർ വരും. നമ്മൾ പിന്നെ ഒന്നും അറിയേണ്ട കാര്യമില്ല. ബാഗേജ് എല്ലാം അവരെടുത്ത് ട്രോളിയിൽ വെക്കും. ത്രൂ ഔട്ട് നമ്മൾ ബാഗേജ് ചെക്ക് ഇൻ ചെയ്യുന്നത് വരെ ഫുൾ എല്ലാം എടുത്ത് സ്കാൻ ചെയ്യുന്നതും വെക്കുന്നതും ഫുൾ ലഗേജിൻ്റെ കാര്യം ഫുൾ അവർ നോക്കിക്കോളും. നമ്മൾ പിന്നെ ഒന്നും അറിയേണ്ട കാര്യമില്ല. നമ്മൾ ആകെ ബേബിയെ മാത്രം നോക്കിയാൽ മതി. സോ അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളപ്പം നമ്മൾ എന്തായാലും അത് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാണ് എനിക്ക് ലഗേജിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അതാണ് നമ്മൾ ഫ്ലൈറ്റ് വരെ എത്തി. അപ്പം ഇനി ഫ്ലൈറ്റിലുള്ള അവേഴ്സ് ആയിരിക്കും എല്ലാവരെയും പറ്റി ഏറ്റവും ടെൻഷനുള്ള കാര്യം. ബേബി അത്ര നേരം എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള കാര്യം. ഇപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു നൈറ്റ് ഫ്ലൈറ്റോ അങ്ങനെ ബേബി ഉറങ്ങുന്ന സമയത്തുള്ളൊരു ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം പ്രശ്നം കാണത്തില്ല. ബേബി ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത സമയത്താണെങ്കിലും ബേബിയുടെ ഫേവറേറ്റ് ടോയ്സ്, അതുപോലത്തെ ബേബി എൻഗേജ് ചെയ്യാനുള്ള, നിങ്ങളുടെ ബേബിയുടെ ഏജ് അനുസരിച്ച് ബേബി എൻഗേജ് ചെയ്യാനുള്ള ടോയ്സോ അതുപോലത്തെ ആക്ടിവിറ്റീസോ എന്തെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ക്യാരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ നമുക്ക് അവരെ എൻഗേജ് ചെയ്തും കളിച്ചും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് അവരെ ബിസി ആക്കി വെക്കാനായിട്ട് പറ്റും. കുറച്ച് നേരം അവർ ഉറങ്ങുവാണെങ്കിൽ ഓക്കെ, ഫൈൻ. അത്രയും നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാണ്ട് ഒഴിവാക്കാം. എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഫീഡിങ്. പല അഭിപ്രായങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ലൈക്ക് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് സമയത്ത് ഫീഡ് ചെയ്യണം എന്ന് ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലൈക്ക് ദാറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ്. ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് സമയത്ത് നമ്മൾ ഒരിക്കലും ബേബിയെ ഫീഡ് ചെയ്യാൻ പാടില്ല. ചെറിയ ബേബീസ് ആണെങ്കിലും എസ്പെഷ്യലി, അല്ല ഒരു ബേബീസ് ആണെങ്കിലും ആ സമയത്ത് ലൈക്ക് നമ്മളവരെ എൻഗേജ് ചെയ്യാനായിട്ട് അവർക്ക് ചെവിയിൽ വേദനയും പ്രഷർ ഡിഫറൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലർ പറയും ബേബീസ് എങ്ങനെ ഫീഡ് ചെയ്താൽ മതി, കുഴപ്പമില്ലെന്ന്. ഒരിക്കലും ഫീഡ് ചെയ്യാൻ പാടില്ല. ഫ്ലൈറ്റ് ക്രൂ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് സമയത്ത് ഫീഡ് ചെയ്യരുതെന്ന്. ഞാൻ പിന്നെ അത് വന്നിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യം, അന്നേരം ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് സമയം എന്ന് പറയുന്നത് കൂടുതൽ പ്രഷർ ഡിഫറൻസ് വരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ബേബി, അത് എസ്പെഷ്യലി ചെറിയ ബേബീസിനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
പെട്ടെന്നൊരു ജെർക്ക് അല്ലെങ്കിൽ ഒരു പ്രഷർ ഡിഫറൻസോ എന്തെങ്കിലും ഒരു ടർബുലൻസോ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പാല് പെട്ടെന്നൊരു ലൈക്ക് നെറുകെ കയറോ നമ്മൾ പറയത്തില്ലേ, അങ്ങനെ പെട്ടെന്നത് വിൽക്കാനും അതുപോലെ തന്നെ ലൈക്ക് ഒരു ബ്രീത്തിങ് ട്രബിൾ വരാനും ചോക്കിങ് വരാനും ഒക്കെയുള്ള ഒത്തിരി ചാൻസ് ഉണ്ട് ലൈക്ക് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് സമയത്ത് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഒരിക്കലും നിങ്ങൾ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് സമയത്ത് കുട്ടികളെ ഫീഡ് ചെയ്യാൻ പാടില്ല. ഇഫ് യു ആർ യൂസിങ് പെസിഫയർ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ, പെസിഫയർ യൂസ് ചെയ്യാം. അല്ലാതെ ഫീഡ് ചെയ്യാൻ അന്നേരം പാടില്ല. അത് ടേക്ക് ഓഫ് ലാൻഡിങ് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് സ്റ്റേബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഫീഡ് ചെയ്യാവുന്നതാണ്. അതൊന്നും ഒരു പ്രശ്നവുമില്ല. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, എപ്പോഴും മനസ്സിൽ വെച്ചേക്കേണ്ട ഒരു പോയിൻ്റാണ്. സോ അത്ര തന്നെയുള്ളൂ എൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഫ്ലൈറ്റിന്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ജേർണി, ഒരു സേഫ് ജേർണി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു, ബൈ ബൈ.